അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അഥവാ SNECയുടെ വിവിധ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ചവരാണല്ലോ നിങ്ങൾ. സ്വാഭാവികമായും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക എങ്ങനെയായിരിക്കും SNECയുടെ പ്രവേശന പരീക്ഷ എന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് അഥവാ SNEET എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നുമാണ് നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി SNEET പരിപൂർണമായും ഓൺലൈൻ മോഡിലായിരിക്കും. പരീക്ഷാ ദിവസം പരിപൂർണമായി ചാർജുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള സ്മാർട്ട് ഫോണുമായാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുക. പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്തതും അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡും കൂടെ കരുതാൻ ശ്രദ്ധിക്കുക. കറുപ്പ് അല്ലെങ്കിൽ നീല മഷിപ്പേന നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. പരീക്ഷാ ഹാളിനകത്ത് സ്മാർട്ട് വാച്ച് പോലെയുള്ള മറ്റൊരു ഡിജിറ്റൽ ഉപകരണവും അനുവദിക്കുന്നതല്ല. സുതാര്യമായ വാട്ടർ ബോട്ടിലുകളിൽ നിങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം കൈവശം വെക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇൻവിജിലേറ്റർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സ്പോട്ട് രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പരീക്ഷാ ദിവസം 8:30 തന്നെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അപേക്ഷാ ഫീ 500 രൂപയും നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും കറുപ്പ് നീല മഷിപ്പേനയും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സ്ട്രീമിലേക്ക് അപേക്ഷിച്ചാലും നിങ്ങൾക്ക് 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ എഴുതേണ്ടി വരിക. ഓൺലൈൻ മോഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒരു പരീക്ഷയ്ക്ക് ശേഷം ഓട്ടോമാറ്റിക്കായി രണ്ടാമത്തെ പരീക്ഷയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്കിതിനെ ജനറൽ പേപ്പർ, സബ്ജക്റ്റ് പേപ്പർ എന്നിങ്ങനെ 2ആയി തരംതിരിക്കാം. നിങ്ങൾ ഈ ഒരു വർഷം സ്കൂൾ 7ാം ക്ലാസ് പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ സമസ്ത മദ്രസ 5ാം ക്ലാസ്സിലെ വിഷയങ്ങളാണ് 28%. സ്കൂൾ 7ാം ക്ലാസ്സിൽ നിന്നുള്ള വിഷയങ്ങൾ, അതായത് മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ നിന്ന് 28% ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, കാലിക വിഷയങ്ങളിൽ നിന്ന് 16%, IQ, റീസണിംഗ്, ബ്ലഡ് റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് 16%, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 12%. ഇത്രയാണ് നിങ്ങൾക്ക് ഓരോ വിഷയത്തിൽ നിന്നും ഇത്ര ശതമാനം ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. 2 പേപ്പറുകളാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ആദ്യമായി ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് സ്കൂൾ വിഷയങ്ങളിൽ നിന്നും മദ്രസ വിഷയങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇനി സബ്ജക്റ്റ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ശരിയ പ്ലസ് ഷി പ്ലസ് സ്ട്രീമുകളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിലെ ചോദ്യങ്ങൾ പരിപൂർണമായും മതപരമായ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. ഇനി നിങ്ങൾ ലൈഫ് പ്ലസ് സ്ട്രീമിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വിഷയങ്ങൾ അടിസ്ഥാനത്തിൽ, അതായത് സ്കൂൾ 7ാം ക്ലാസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ വർഷം SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് സമസ്ത മദ്രസ 7ാം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് 28%. അതുപോലെ 10ാം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് 28%. അതുപോലെ പൊതുവിജ്ഞാനം, കാലിക വിഷയങ്ങൾ എന്നിവയിൽ നിന്ന് 16%, IQ, റീസണിംഗ്, ബ്ലഡ് റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 16%, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 12%. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ജനറൽ പേപ്പർ പരീക്ഷ വരിക. സബ്ജക്റ്റ് പേപ്പറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയ ഷി സ്ട്രീമുകളിലേക്കാണെങ്കിൽ മതപരമായ വിഷയങ്ങളായിരിക്കും 100%. ഇനി ലൈഫ്, ബോയ്സ് ആൻഡ് ഗേൾസ് സ്ട്രീമുകളിലേക്കാണ് എങ്കിൽ ആ ഒരു സ്ട്രീമുമായി ബന്ധപ്പെട്ട സ്കൂൾ വിഷയങ്ങളിൽ നിന്നാണ് നിങ്ങൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പ്രവേശന പരീക്ഷ 2 പേപ്പറുകളിലായിട്ടാണ്. ഒന്ന് ജനറൽ പേപ്പർ, 2 സബ്ജക്റ്റ് പേപ്പർ. ജനറൽ പേപ്പർ നിങ്ങളുടെ മദ്രസ, സ്കൂൾ ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കിയും മറ്റു പൊതു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. സബ്ജക്റ്റ് പേപ്പർ നിങ്ങൾ ശരിയ സ്ട്രീമുകളിലേക്കാണെങ്കിൽ, അതായത് സനാഇയ കോഴ്സിലേക്കാണെങ്കിൽ നിങ്ങളുടെ മദ്രസയുമായി ബന്ധപ്പെട്ട മതപരമായ വിഷയങ്ങളായിരിക്കും. ഇനി ലൈഫ് പ്ലസ് പോലെയുള്ള സ്ട്രീമുകളിലേക്കാണെങ്കിൽ അതത് ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ രീതിയിലാണ് പ്രവേശന പരീക്ഷയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വളരെ ലളിതമായി, വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് SNECയുടേത്. കാരണം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ ഉണ്ടാകും.
ഏതാണ് ശരിയുത്തരമെങ്കിൽ ആ ഉത്തരം മാത്രം സെലക്ട് ചെയ്യുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം. 10 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പരിശോധകരെയും നാം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു മോഡൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ പരീക്ഷ ഡെമോ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ മനോഹരമായി അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും SNECയുടെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.